നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗം ലീഗിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചേക്കും. SSF ധർമ്മജാഗരണ യാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് നടത്തിയ ചർച്ചയിൽ ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. മുസ്ലിം രാഷ്ട്രീയം സമുദായത്തോട് ചെയ്തതെന്ത് എന്ന വിഷയത്തിൽ മലപ്പുറം കോട്ടക്കലിലാണ് സമ്മേളനം നടന്നത്. മുസ്ലിം ലീഗ് എന്ന ആശയം തന്നെ മതേതര രാജ്യത്ത് അപകടമാണെന്നാണ് ഇതിൽ SSF നേതാക്കൾ ഉന്നയിച്ച വാദം. ഇവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഒരു ഹിന്ദു ലീഗ് ഉണ്ടായിക്കൂടാ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലീഗ് ഉണ്ടായിക്കൂടാ എന്ന പ്രസക്തമായ ചർച്ചയിലേക്കാണ് SSF ഇത്തരത്തിലുള്ള ചർച്ചാ വേദികൾ തയ്യാറാക്കുക മുഖേന ബഹുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് അനുകൂലമായി നിലപാടെടുത്തുവെന്നാണ് കാന്തപുരം വിഭാഗം അവകാശപ്പെട്ടിരുന്നത്. പരസ്യമായി ലീഗിനെതിരെ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നില്ല. എന്നിട്ടും കഴിഞ്ഞ 5 വർഷം മുസ്ലിം ലീഗ് വേണ്ടവിധം തങ്ങളെ പരിഗണിച്ചില്ലെന്ന് ഇവർ വിലയിരുത്തുന്നു. വഖഫ് ബോർഡിന്റെ ഇടപെടലുകളിലും മണ്ണാർക്കാട് AP വിഭാഗം പ്രവർത്തകർ കൊല്ലപ്പെട്ട വിഷയത്തിലും ലീഗിന്റെ നിലപാട് സമസ്തക്ക് വഴങ്ങുന്നതായിരുന്നുവെന്ന പരാതിയും ഇവർക്കുണ്ട്. ഇതാണ് AP വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണം. പല മഹല്ലുകളിലും കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും കൃത്യമായ രാഷ്ട്രീയവൽക്കരണത്തിന്റെ പേരിലുള്ള പോരാട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ചർച്ചയിൽ KT ജലീൽ MLA, CK അബ്ദുൽ അസീസ്, MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി എന്നിവർ പങ്കെടുത്തു. BK സുഹൈൽ, മീഡിയ 1, മലപ്പുറം. അതിഥികൾ ചേരും ഈ ചർച്ചയ്ക്കായി ടെലിഫോൺ ലൈനിൽ. അതിനു മുൻപ് BK സുഹൈൽ ഉണ്ട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. സുഹൈൽ, ലീഗ് അനുകൂലമായ നിലപാടുകൾ പല കാര്യങ്ങളിലും എടുത്തില്ല എന്ന പരാതി ഇവർക്കുണ്ട്, AP വിഭാഗത്തിനുണ്ട്. അതിലപ്പുറത്തേക്ക് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലിക്കുക, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ ഒരു നിലപാടെടുക്കുക എന്നതും മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം ലീഗിന് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിലൊക്കെ അപ്പുറം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതെ പ്രസാദ്, ഇന്നലെ നടന്ന സെമിനാറിൽ ഉണ്ടായ ഒരു വാദം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അസ്തിത്വം തന്നെ അത് ഒരു മതേതര രാജ്യത്ത് മുസ്ലിം ലീഗ് എന്നുള്ള തരത്തിൽ ഒരു സാമുദായികമായി സംഘടിക്കുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളാണ് ഇന്നലെ ഉയർന്നു വന്നത്. അത്തരമൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഈ പുതിയ സാഹചര്യത്തിൽ ഹിന്ദുക്കൾ വെവ്വേറെ സംഘടിക്കുകയും ക്രിസ്ത്യാനികൾ വെവ്വേറെ സംഘടിക്കുകയും ചെയ്യുന്നത് മതപരമായി ന്യൂനപക്ഷത്തിന് തന്നെ ക്ഷീണം ചെയ്യും എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഇന്നലെ സെമിനാറിൽ ഉയർന്നത്. ഒരു മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ അവിടെ ഹിന്ദു ലീഗും ക്രിസ്ത്യൻ ലീഗും ഉണ്ടാകും എന്നും അത് സാമുദായികമായി മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ആത്യന്തികമായി ക്ഷീണം ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ഒരു വാദമാണ് ഇന്നലെ സെമിനാറിൽ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്നുള്ള അസ്തിത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാദമാണ് ഇന്നലെ ഉയർന്നു വന്നത്. സുഹൈൽ, പ്രധാനമായും ഇവരുടെ പരാതികൾ ഈ ഭരണം വന്നതിന് ശേഷം ഏതൊക്കെ മേഖലകളിൽ അവഗണിക്കപ്പെട്ടു എന്നതാണ് ഇവരുടെ പ്രശ്നം. പ്രത്യേകിച്ചും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. മുസ്ലിം മഹല്ലുകളിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളിൽ ഒരു വിഭാഗത്തിനോട് കൂടെ നിന്നു എന്നുള്ളതാണ് AP വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മലപ്പുറം ജില്ലയിലടക്കം ഒരുപാട് കേന്ദ്രങ്ങൾ, പള്ളിക്കൽ ബസാർ, അതേപോലെ തന്നെ തച്ചണ്ണ പോലെയുള്ള പ്രമാദമായ ഒരുപാട് വഖഫ്